അപ്പോൾ കടൽ കാണാൻ പോവാം. അപ്പോൾ കണ്ണമാലി കടപ്പുറത്താണ് ഞങ്ങളുള്ളത്. കുഞ്ഞിതേ എന്നെ ഇട്ട് ചുറ്റിക്കുകയാണ്. എന്തുവാ കുഞ്ഞി കാണിക്കണേ? എൻ്റെ ദേഹത്തൊന്നും കയറണ്ട, കടലിൽ പോയി ചാടിക്കും. വാ മാതിരി പരിപാടിയില്ല. എനിക്കറിയാം, കടൽ വെള്ളം കാണുമ്പോൾ നിനക്കൊരു ചാടാൻ മടിയാ. ഞാൻ ചാടിക്കും. എൻ്റെ പെണ്ണിനെ ചാടിച്ചിട്ടേ ഉള്ളൂ. കള്ളിപ്പെണ്ണ് കടലിൽ ചാടിയല്ല എന്ന് പറയുന്നു. അപ്പോൾ അവളെ ചാടിച്ചിട്ടല്ലേ നമുക്ക് ബാക്കി കാര്യമുള്ളൂ. കണ്ണമാലിക്കടലിൽ ചാടുന്ന കുഞ്ഞിപ്പെണ്ണ് വാ. ഞണ്ടുണ്ടെങ്കിൽ കഴിക്കും. നിന്നെ ഞണ്ട് കടിക്കട്ടെ. ആഹാ ഓടണ്ട കുഞ്ഞി. വാ നല്ല കടല. വാ നടന്നെങ്കിൽ പോര്. എന്നത് ഒന്നുമില്ല. വാ നല്ല തെളിഞ്ഞ വെള്ളം, നല്ല അടിപൊളി വെള്ളം. വാ ഇറങ്ങി വാടി കള്ളി. കണ്ണമാലിയിലുള്ള ഗുണമാണ് ബീച്ച് സൈഡ് മാത്രം നല്ല ക്ലിയർ ആയിട്ടിട്ടുണ്ട്. ഇന്നലെ ഇവിടെ വലിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പാപ്പോഞ്ഞിനെ കത്തിക്കുകയൊക്കെ ചെയ്ത് ആ കാണുന്നിടത്താണ് പാപ്പോഞ്ഞിനെ കത്തിക്കുന്നത്. ഇവിടെ ഇങ്ങോട്ട് കുഴിയാണ്. കുഞ്ഞിപ്പെണ്ണ് കണ്ടോ വെള്ളത്തിൽ കൂടെ നടക്കുന്നത്. വാ ഇങ്ങോട്ട് വാ. ഇവിടെ ഒരു ചെറിയ കുഴിയുണ്ട്. വാടി കള്ളിപ്പെണ്ണേ നിന്റെ ദേഹത്തൊരു ദേഹത്ത് 2 ചെള്ളുണ്ട്. അത് പോട്ട് വാ. അയ്യോ ഉപ്പുവെള്ളത്തിലോട്ടങ്ങ് കയറി കഴിഞ്ഞാൽ ചെള്ളങ്ങ് പോകും. ഇങ്ങ് പോര്. ഇങ്ങോട്ട് വാ. എന്തിനാ നീ ഇങ്ങനെ ഈ ബഹളം കാണിക്കുന്നത്? വാ. ഹലോ. അതെന്നാത്തിനാണെന്നറിയോ? എല്ലാവരും ഓർക്കും ഇവിടെ ഞാൻ പേടിപ്പിക്കുമൊന്നുമല്ല. അവിടെ ദേഹത്തെ ചെള്ളങ്ങ് പോകാമെന്ന് ഓർത്താ 2-3 ചെള്ള് കയറിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇറങ്ങുന്ന സ്ഥലങ്ങളിലൊക്കെ നിലയുള്ളിടത്ത് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെ അവിടെ അഭ്യാസമാണത്. വാ കുഞ്ഞേ. ഇപ്പോഴാണ് ചെള്ളെല്ലാം പോയത്. കണ്ണിലെല്ലാം വെള്ളം കയറിയപ്പോൾ സന്തോഷമായി. നിൽക്കുക. ഒന്നുകൂടി അടിച്ചോട്ടെ. ഇങ്ങോട്ട് വാ. ഒരൊറ്റ തരയും കൂടി കയറി കഴിയുമ്പോൾ നമുക്ക് പോവാം. അടിപൊളി. ഇപ്പോഴാണ് കുഞ്ഞിയായത്. നീ കയറിക്കോ. ഇത്രയേ ഉള്ളൂ. അതിനാണ് ഈ കിടന്ന് തുള്ളിക്കളി കളിച്ചത്. ഒരൊറ്റ തരയും കൂടി വന്നോട്ടെ. ഒറ്റ തരയും കൂടി വന്നാൽ കുഞ്ഞി ഓക്കെ ആയി. വാ കസ്തേ. അടിപൊളി. നീന്തടി അങ്ങോട്ട്. കടലിൽ നീന്തിക്ക്. ഓ കുഞ്ഞിനെ പൊക്കി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് തരാ. അപ്പോൾ ഞാൻ പതിയെ മുമ്പോട്ട് പോവുകയാണ്. കുഞ്ഞി നടന്ന് പോവുകയാണ്. പതിയെ പോ. അപ്പോൾ കണ്ണമാലിയിൽ വലിയ കുഴപ്പമില്ലാത്ത തിരകളാണുള്ളത്. നമുക്ക് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ചെരുപ്പൊന്ന് പൊട്ടിയിട്ടുണ്ട് ഒരു സൈഡ്. കുടഞ്ഞേ. ഉണ്ടോ കുടയാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞി കറക്റ്റായിട്ട് കുടയും. ഒന്നുകൂടെ കുടഞ്ഞേ. കുടയേ മൊത്തം കുടയേ. ഡിങ്ങിണ്ടിങ്ങിണ്ടിങ്ങിണ്ടിങ്ങിണ്ടിങ്ങ നല്ല അടി. കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കൂ. ഇങ്ങോട്ട് വാ. ഇല്ല എങ്ങോട്ടുമില്ല. മണലിലോട്ട് കയറാം. അങ്ങറ്റം വരെ പോയിട്ട് കയറാം. അങ്ങറ്റം വരെ നമുക്ക് കടലിൽ കൂടെ പോവാം. ഇതുണ്ടോ കടൽ നല്ല അടിപൊളിയായിട്ട് ശാന്തമായിട്ട് നിൽക്കുന്ന കടലാണ്. കണ്ണമാലിയിൽ ഈ ബീച്ചിൽ മാത്രമേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ബാക്കിയെല്ലാം പാറയാണ്. പാറ ഇട്ടിരിക്കുന്നത് മറ്റേ തിരയടിച്ച് വീടുകളിലോട്ട് കയറാതിരിക്കാനാണ്. അതുകൊണ്ട് ആ സൈഡെല്ലാം വീടുകളാണ്. ഈ സൈഡിലൊരു റിസോർട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സൈഡിലോട്ടൊന്ന് പോവാം. കുഞ്ഞ് നടക്കുകയില്ല, അവളെ എടുക്കേണ്ടി വരും മിക്കവാറും. വാ ഇങ്ങോട്ട് വാടി കള്ളി പെണ്ണ. ഒന്ന് കുടഞ്ഞ് തുഴയുവാണോടി നീ? നീ എന്നാ വെള്ളത്തിൽ തുഴയുവാണോ? നീ ഇപ്പോഴും കുഞ്ഞ് വെള്ളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുടഞ്ഞ് ആ വെള്ളമൊക്കെ കളഞ്ഞേ. അപ്പോൾ ആ ചെള്ളും പോട്ടെ. വാ ഇങ്ങോട്ട് അവിടെ ഒരുത്തൻ നിൽപ്പുണ്ട് കയറ് കൂട്ടിക്കാൻ. കണ്ടോ ഇങ്ങോരി അവൻ കയറ് കൂട്ടിക്കാൻ നിൽക്കുക. വാ അവൻ കയറ് കൂട്ടിക്കും.
അവൻ ബെൽറ്റെങ്ങാനും പൊട്ടിച്ചാണ്ടല്ലോ പിന്നെ ഞാൻ അവനെ പിടിച്ചുകൊണ്ട് നടക്കേണ്ടി വരും. വാ 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 ഒരു 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 വാ. എന്നാ എന്നത്തിനാ ഓടുന്നത്? ദേഹത്ത് ചെളി പറ്റിക്കല്, ചെളി പറ്റിച്ച അടിയാ. ആ അടിയെന്ന് കേട്ടപ്പോൾ ഓടി വന്ന് ഒന്നുകൂടെ കുടേ. ആ വാ ഓ നടക്ക 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 നടക്ക. ഹൈ 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 ഹൈ. നല്ല രസമുണ്ടല്ലേ, മണലിൽ കൂടെ നടക്കാൻ നല്ല രസമുണ്ടല്ലേ. അപ്പം ഇടാനുള്ള പണി നോക്കുവാണ്. എവിടെയാണ് സാധിക്കാൻ പോകുന്നത്? ഇവിടെ വല്ലയിടത്തും സാധിക്കും. സാധിച്ചോ സാധിച്ചോ സാധിച്ചോ? ഒന്നും നോക്കണ്ട, സാധിച്ചോ. തിരിച്ചു വാ തിരിച്ചു വാ തിരിച്ചു വാ തിരിച്ചു വാ തിരിച്ചു വാ. നീ എവിടം വരെ ചുറ്റും ഞാൻ നോക്കട്ടെ. അപ്പത്തെ നമ്മൾ കണ്ണമാലി കടപ്പുറത്ത്, കറക്റ്റ് കണ്ണമാലി അല്ല, പള്ളി ആ ഭാഗത്താണ്. ആ ടവർ കാണുന്ന ഭാഗത്താണ് പള്ളിയുള്ളത്. അതിൻ്റെ ഇപ്പുറത്തോട്ട് നമ്മളൊരു 1.5 കിലോമീറ്റർ പോന്ന് കഴിയുമ്പോഴാണ് ഈ കടൽ തീരം കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരു വലിയ റിസോർട്ടുണ്ട്, അതിനോട് ചേർന്ന് നല്ലൊരു ബീച്ചാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റും. വിസിലടി ഇല്ലാത്ത ഒരു ബീച്ചാണ്. പിന്നെ അപകടങ്ങൾ കൂടുതലില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഒരു ചെറിയ ബീച്ച്, ഒരു 100 പേർക്ക് നിരന്ന് നിൽക്കുക, അത്രയേ ഉള്ളൂ ബീച്ചിൻ്റെ നീളം. ശാന്തമായ കടൽ കിടക്കുന്നത് കാണാം. അകത്തുകൂടിയൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ ഇറങ്ങി നടക്കുന്നത് കാണാം. ഇഷ്ടം പോലെ ഇല്ല, 2-3 പേര്. ബാ ഒരു 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 ഒന്ന് വാടി. ഇവിടെ ഓരോരുത്ത് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം. അവൾ പറയുന്ന വഴിക്ക് ഞാൻ തെളിക്കേണ്ടി വരും, അതാണ് കുഴപ്പം. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണമാലിയിലാണ്. കണ്ണമാലിയിലെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പള്ളിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്നാൽ ഇവിടുത്തെ പ്രധാന ദേവാലയം വിശുദ്ധ അന്തോനീസിൻ്റെ നാമധേയത്തിലുള്ളതാണ്. 1745 വിശുദ്ധ അന്തോനീസിൻ്റെ നാമധേയത്തിൽ ഇവിടെ ദേവാലയം പണി കഴിപ്പിച്ചത്. അപ്പോൾ നമ്മൾ പള്ളിക്ക് സമീപമുള്ള കായൽ തീരത്തേക്ക് എത്തിയതാണ്. അവിടെ വള്ളങ്ങൾ നിർമ്മിക്കുന്ന ഒരു സ്ഥലം നമുക്ക് കാണാൻ പറ്റും. വള്ളങ്ങൾ പുതുക്കി പണിയുകയും അത് പുതിയ വള്ളങ്ങൾ പണിയുകയും അതുപോലെ തന്നെ പഴയ വള്ളങ്ങളുടെ കേടുപാടുകൾ തീർക്കുകയും ചെയ്ത് അവയെല്ലാം കയറ്റി വെച്ചിരിക്കുന്ന ഒരു വലിയ ഷെഡാണ് നമുക്ക് പള്ളിക്ക് സമീപം കാണാൻ പറ്റുന്നത്. പള്ളിയുടെ പ്രധാന പാർക്കിംഗ് ഏരിയയുടെ സമീപമാണ് ഇത് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ കായൽ തീരത്തേക്ക് വന്നതാണ്. ഇതാണ് കായലിൻ്റെ തീരം. അവിടെ മുഴുവൻ ഈ മത്സ്യബന്ധന വള്ളങ്ങൾ, അതായത് പരമ്പരാഗത തടിയിൽ തീർത്തിരിക്കുന്ന വള്ളങ്ങൾ. ഇപ്പോൾ കൂടുതലും ഫൈബർ വള്ളങ്ങളാണ്, എന്നാൽ പരമ്പരാഗതമായിട്ട് തടിയിൽ തീർത്ത വള്ളങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ കുഞ്ഞിയെ കൂട്ടിലാക്കിയിട്ടാണ് ഞാനിങ്ങോട്ട് പോകുന്നത്. കാരണം ഇവിടെ സഞ്ചരിക്കാനും ഈ വലയുടെ ഇടയിലൂടെയൊക്കെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കുഞ്ഞിയെ കൂട്ടിൽ ഇരുത്തിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നത്. കുഞ്ഞ് പാർക്കിംഗ് ഏരിയയിൽ കൂട്ടിലാണ് ഇരിക്കുന്നത്. കടലിലൊക്കെ കുളിച്ചതിന് ശേഷമാണ് ഞങ്ങളിങ്ങോട്ട് വന്നത്. ഇതാണ് വിശുദ്ധ അന്തോനീസിൻ്റെ നാമധേയത്തിലുള്ള പള്ളിയുടെ ഉൾഭാഗം. ക്രിസ്തുമസിനോടനുബന്ധിച്ച് നിർമ്മിച്ച പുൽക്കൂടൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. ഇതാണ് പഴയ പള്ളി. ഈ പള്ളിയാണ് 1700കളിൽ നിർമ്മിച്ചത്. ആ പഴമയിൽ തന്നെ നിലനിർത്തിയിരിക്കുന്ന ഈ പള്ളി കാണാൻ വളരെ മനോഹരമാണ്. പഴയ പള്ളിയുടെയും പുതിയ പള്ളിയുടെയും കൂടി ഇടയിലായിട്ട് നമുക്ക് ഒരു മീൻകുളത്തിന്
നടുവിലായിട്ട് ഒരു വലിയ മണിമാളിക കാണാൻ പറ്റും. വിശുദ്ധ അന്തോണീസിൻ്റെ നാമധേയത്തിലുള്ള പള്ളിയുടെ ഇടതുവശത്താണ് ആ മണിമാളിക സ്ഥിതി ചെയ്യുന്നത്. ആയിരത്തി 1700-കളിൽ നിർമ്മിച്ച ആ വിശുദ്ധ അന്തോണീസിൻ്റെ ദേവാലയമാണിത്. ഇതിൻ്റെ ഇടതുവശത്താണ് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നാമധേയത്തിലുള്ള ആ നീല വർണ്ണത്തിലുള്ള ഗ്ലാസിട്ട പള്ളി സ്ഥിതി ചെയ്യുന്നത്. വിശുദ്ധ അന്തോണീസിൻ്റെയും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും പള്ളികൾക്ക് നടുവിലായിട്ട് അതേ ഉയരത്തിൽ തന്നെ ആ മണിമാളിക സ്ഥിതി ചെയ്യുകയാണ്. ഒരു വലിയ മീൻകുളത്തിൻ്റെ നടുവിലായിട്ടാണ് മണിമാളിക സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ദേവാലയമാണ്. ധാരാളം ഭക്തർ എല്ലാ ദിവസവും ഇവിടെ വന്ന് തങ്ങളുടെ വിഷമങ്ങൾ ഔസേപ്പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 1905-ൽ ഈ കരയിൽ പടർന്നു പിടിച്ച കോളറയിൽ നിന്നും മോചനം കിട്ടുവാനായിട്ട് അന്നത്തെ പള്ളി വികാരി ഔസേപ്പിതാവിൻ്റെ നാമത്തിൽ ഒരു നേർച്ചക്കഞ്ഞി വെക്കുകയും ആ നേർച്ച എല്ലാവർക്കും നൽകുകയും ചെയ്തു. അത് കഴിച്ച ആളുകൾക്ക് അത്ഭുതകരമായി കോളറയിൽ നിന്നും മോചനം ലഭിക്കുകയുണ്ടായി. അതിനുശേഷമാണ് 1955-ൽ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയം ഇവിടെ നിർമ്മിച്ചത്. അതിനുശേഷം എല്ലാ വർഷവും മാർച്ച് 19-ന് ഇവിടെ ഊട്ടുനേർച്ച നടത്തുന്നതാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ ആ ഊട്ടുനേർച്ചയിൽ പങ്കെടുക്കാറുണ്ട്. പുതിയ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശുവും മറിയവും ഔസേപ്പിതാവും ചേർന്ന ആ കുടുംബത്തിൻ്റെ ഒരു മരപ്പണി നടത്തുന്ന ഒരു ശില്പമാണ്. അത് കയറി വരുന്ന പ്രധാന വാതിലിൻ്റെ വലതുവശത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു. പ്രധാന റോഡിൽ നിന്നും നമുക്ക് രണ്ട് ദേവാലയങ്ങളും മണിമാളികയും വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. കായലിന് അഭിമുഖമായിട്ടാണ് ഈ പള്ളിയുടെ പാർക്കിംഗ് ഏരിയ സ്ഥിതി ചെയ്യുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ ഒരു LP സ്കൂളും ഇവിടെ പ്രവർത്തിക്കുന്നു.